പന്തളം പ്രതാപന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ബിജെപിയിൽ ചേരാൻ താൽപര്യമുണ്ടായിരുന്നതായി ശോഭാ സുരേന്ദ്രൻ. പന്തളം സുധാകരന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പരാമർശം. കൊച്ചിയിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശോഭ. പന്തളം പ്രതാപന്റെ സഹോദരന് ബിജെപിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ ചർച്ചകൾ നടന്നില്ല എന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. കൊച്ചിയിൽ ജില്ലാ നേതൃത്വത്തെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പരാമർശം. എന്റെ മത്സര സമയത്ത് എന്നെ നോക്കാൻ പാർട്ടി നിയോഗിച്ചിട്ടുള്ള രണ്ടു പേരിൽ ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീമാൻ പന്തളം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ലീഡറുടെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുജനായിട്ട്, അദ്ദേഹത്തിന്റെ അനുജനാണ് നമ്മുടെ പാർട്ടിയിലേക്കാണ് വന്നത്. അദ്ദേഹത്തിന് വരാൻ ആഗ്രഹമൊക്കെ ഉണ്ടാകും, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല, കൈപിടിക്കാൻ പോയിട്ടില്ല. പുതിയ ഭാരവാഹികൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ് പാർട്ടി നൽകുന്നതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ശോഭ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാരായി ചുമതലയേൽക്കുന്ന ആളുകളുടെ തലയിൽ വലിയ കഠിനാധ്വാനത്തിൻ്റെ കിരീടമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതേസമയം സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ചോദ്യത്തിന് പലതവണ ഉത്തരം നൽകി കഴിഞ്ഞിട്ടുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരാശങ്കയും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എറണാകുളം സിറ്റിയിൽ KS ഷൈജു, നോർത്തിൽ ബ്രഹ്മരാജ്, എറണാകുളം ഈസ്റ്റിൽ PP സജീവ് എന്നിവരാണ് പുതിയ നേതൃത്വം. അമൃത ന്യൂസ്, കൊച്ചി.